തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യങ്ങളുള്ള തുറമുഖം, അതിന്റെ മദർഷിപ്പിനെ വരവേറ്റ് അവിടെ നങ്കൂരമടിച്ച് കാർഗോയും ഇറക്കി പോയതിനു ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ വിഴിഞ്ഞത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് പരിണതപ്രജ്ഞനായ ജോയി എന്നൊരാൾ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയാൻ വയ്യാതെ 2 ദിവസമായിട്ട് ലൈഫ് ഗാർഡുകള്, അതുപോലെ തന്നെ NDRF ഇവരുടെ നേതൃത്വത്തിലുള്ള തെരച്ചിലാണ്. ഫയർഫോഴ്സിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നാട്ടുകാരും എല്ലാം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലും ഇതുവരെ അദ്ദേഹത്തിന്റെ ഒരു തുമ്പും കിട്ടാതെയുള്ള ഒരു തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പൊ വിഴിഞ്ഞത്ത് നമുക്കൊരു നല്ല ശുഭവാർത്തയുണ്ടായെങ്കിൽ അതിന്റെ കൂടെ 20,000 കോടി രൂപ കൂടി നിക്ഷേപിച്ചുകൊണ്ട് വിഴിഞ്ഞത്തെ എല്ലാവിധത്തിലും സൗകര്യങ്ങളുള്ള തുറമുഖമാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ വലിയ കുതിപ്പിന് ഇടം നൽകാവുന്ന ഒരിടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള തമ്പാനൂരിലെ ഉണ്ടായിട്ടുള്ള ദുരന്തം കേരളീയരെ എല്ലാം ലജ്ജിച്ച് തല താഴ്ത്താൻ പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭരണകൂടത്തെയും ഭരണവർഗത്തെ തന്നെയും. നമ്മളെല്ലാം ഇവിടെ നടത്തുന്ന ചർച്ചകളും നിയമസഭാ തലത്തിലായാലും ഇവിടെ നടത്തുന്ന സമരങ്ങളുമെല്ലാം ഈ മാലിന്യ കൂമ്പാരങ്ങൾക്ക് മുകളിലായിരുന്നു. ഒരു അഗ്നിപർവ്വതം പോലെ, അഗ്നിപർവ്വതത്തിന് മുകളിലിരിക്കുന്നത് പോലെ ഈ മാലിന്യ കൂമ്പാരത്തിന് മുകളിൽ നമ്മൾ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ആഡംബരങ്ങളുമായിട്ട് ജീവിക്കുകയായിരുന്നു തലസ്ഥാന നഗരിയിൽ പോലും. ശുചിത്വത്തിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തിരുവനന്തപുരത്ത് തന്നെ അങ്ങനെ സ്മാർട്ട് സിറ്റി പദ്ധതിയും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഈ നമ്മളെ നാണം കെടുത്തുന്ന ഇതൊരു BBC ഒരു വാർത്ത എടുത്താൽ ഇത് ലോകമാകെ നമ്മളെ നാറ്റിക്കുന്ന ഒരു വാർത്തയായിട്ട് തന്നെ വരും. അതുപോലത്തെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. മാലിന്യങ്ങൾ ശേഖരിക്കാൻ പോയ ആൾ, മാലിന്യങ്ങൾ അതിനിടയ്ക്ക് നിന്ന് തിരുവനന്തപുരം നഗരത്തെ ശുചിയാക്കാൻ പോയ ഒരു തൊഴിലാളി അവിടെ മരിച്ചു. മാലിന്യങ്ങളിൽ കുടുങ്ങി ആണെന്നാണ് ഇപ്പൊ സംശയിക്കുന്നത്. ആ തരത്തിലൊരു മരണമാണിപ്പോ ഉണ്ടായിരിക്കുന്നത്. അത് വളരെ നമ്മുടെ നാടിന് വളരെ ലജ്ജാകരമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളിപ്പോ 99 ആ കുപ്രസിദ്ധമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിന്റെ 100ാം വാർഷികം ആചരിക്കുന്ന ദിവസം തന്നെയാണ്. അന്ന് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ മറ്റൊരു ദുരന്തം. കാരണം അതിന് വളരെയധികം പ്രതീകാത്മകമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മാലിന്യങ്ങൾ ഇത്ര കൂമ്പാരം കൂടിക്കിടക്കുന്നു എന്ന് പല ചർച്ചകളും കണ്ടു. കടലിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അങ്ങനെയുള്ള ടോയ്ലറ്റ് മാലിന്യങ്ങൾ, ഇതെല്ലാം നദികളിലൂടെ ഒഴുക്കുന്ന ഒരു പ്രവണത കേരളം കുറെ കാലമായിട്ട് പിന്തുടർന്നു വരികയാണ്. ഇതിന് ചർച്ചകളല്ലാതെ പരിഹാരം ഉണ്ടായിട്ടില്ല. ഇവിടെ തിരുവനന്തപുരത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ ഉള്ള ഓട അവിടുത്തെ വെള്ളക്കെട്ടിനും കൂടി ഒരു പരിഹാരമായിക്കൊണ്ട് നിർമ്മിച്ചതാണ്. റെയിൽവേയുടെ മാലിന്യങ്ങളെല്ലാം പക്ഷെ ഒഴുകിപ്പോകുന്നത് പാർവതി പുത്തനാറിലാണ്. അവിടെ നിന്നൊഴുകി അത് കടലിലേക്ക്, അറബിക്കടലിലേക്ക് ഒഴുകി അവിടെ ചെന്ന് ചേരുകയാണ്. അതെല്ലാം കൂടി അതിനും ഒപ്പം തന്നെ നഗരവാസികളുടെ എല്ലാം ടോയ്ലറ്റ് അവശിഷ്ടങ്ങള്, വീട്ടവശിഷ്ടങ്ങള്, പ്ലാസ്റ്റിക് കവറുകള്, പ്ലാസ്റ്റിക് സാധനങ്ങള്, ഇതെല്ലാം കൂടി ഇതിനോട് ചേർന്നൊഴുകി നമ്മളാരും കാണാത്ത അതിനു മുകളില് കെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളാരും കാണാതെ ഒരു അന്തർധാരയായിട്ട് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. അതിനു മുകളിലാണ് നമ്മളിരിക്കുന്നത്. ഇതിപ്പോ ശുചിയാക്കാൻ ചെന്നപ്പോ പാർവതി പുത്തനാറിലെ ശുചിയാക്കാൻ ചെന്ന ആളിനെ ഈ 2 ദിവസമായിട്ട് 100 കണക്കിന് ആൾക്കാർ പരിശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ മാലിന്യ കൂമ്പാരത്തിനകത്ത് അദ്ദേഹം അടിഞ്ഞുകൂടി പോയി എന്നേ അർത്ഥമുള്ളൂ. അദ്ദേഹത്തെ പറ്റി പറയുന്നത് നന്നായിട്ട് നീന്താൻ അറിയാവുന്ന, ഇതുപോലുള്ള ശുചീകരണ യജ്ഞങ്ങളിലൊക്കെ ധാരാളമായിട്ട് പങ്കെടുത്തിട്ടുള്ള പരിണതപ്രജ്ഞനാണ്. അതാണ് ഞാൻ പരിണതപ്രജ്ഞൻ ആദ്യം പറഞ്ഞത് ഉള്ള ഒരാളാണ്. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഒരുമാതിരിപ്പെട്ട വെള്ളപ്പൊക്കവും തിരനീക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ നീന്തി തുടിച്ച് രക്ഷപ്പെടാൻ കഴിവുള്ള ഒരു ആളായിരുന്നു, എക്സ്പേർട്ടായിരുന്നു അദ്ദേഹം. പക്ഷെ ഈ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും അതുപോലുള്ള സാധനങ്ങൾക്കും ഇടയിൽ നിന്ന് ശ്വാസം മുട്ടി അവിടുത്തെ ദുർഗന്ധം കാരണം, അവിടുത്തെ മാലിന്യ ദുഷിച്ച വായു കാരണം മരിച്ചതായിരിക്കാനാണ് സാധ്യത. അദ്ദേഹത്തിന്റെ ഭൗതിക 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഒരു തുമ്പും കിട്ടാതെ അദ്ദേഹം ജീവനോടിരിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന. പക്ഷേ ഭൗതിക ശരീരം പോലും, എന്തെങ്കിലും ഒരു സൂചന പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടന്ന സംഭവമാണ്.
അപ്പൊ അത്രമാത്രമാണ് നമ്മുടെ അഴുക്കുചാലുകൾ ഇങ്ങനെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട വഴി അങ്ങനെ പോയിട്ട് ആമയിഴഞ്ചാൻ തോട് വഴി പിന്നെ നദിയിൽ നിന്ന് പിന്നെ അതിലും വലിയ സമുദ്രത്തിലേക്ക് ഇങ്ങനെ നമ്മുടെ വിസർജ്യങ്ങൾ ഇങ്ങനെ പായിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അതിനു മുകളിൽ ഇങ്ങനെ ആഡംബര ലോലരായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലജ്ജിക്കണം. ഇതിന് ഒരു കുറ്റമറ്റ സമ്പ്രദായം. ഇത് വൃത്തിയാക്കാൻ വേണ്ടി തിരുവനന്തപുരം നഗരസഭ എടുത്ത ഇനിഷ്യേറ്റീവിന്റെ ഫലമായിട്ടാണ് റെയിൽവേ അതിന് അനുമതി കൊടുത്തത്. ഈ ജോയിയെ അവിടെ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പോയി. ഇക്കാര്യത്തില് തീർച്ചയായിട്ടും ഒരു ഉണർവ് കേരളത്തിൽ ഉണ്ടാകേണ്ട അവസ്ഥയിലേക്കാണ്. ഇങ്ങനെ മാലിന്യങ്ങൾ കൂട്ടമായിട്ട് ഇത്രയധികം മാലിന്യങ്ങൾ ഒരു നഗരത്തിനടിയിൽ ഇങ്ങനെ നിക്ഷേപിക്കപ്പെടാൻ പാടില്ല. അത് അവിടെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടത്ര സുരക്ഷ ഇല്ലാതെ അത് മാലിന്യ ശുചീകരണത്തിന് ആളുകളെ നിയോഗിക്കാൻ പാടില്ല എന്നുള്ളതെല്ലാം വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് വിലപ്പെട്ട ഒരാളുടെ ജീവൻ. അതായത് നമ്മുടെ മാലിന്യ കൂമ്പാരങ്ങളുടെ, നമ്മുടെ ശുചിത്വമില്ലായ്മയുടെ, നമ്മുടെ വൃത്തികേടുകളുടെ ഒരു രക്തസാക്ഷിയായി അദ്ദേഹം മാറി എന്നുള്ളതാണ് സത്യം. ഇനിയെങ്കിലും നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകളും ഒക്കെ ലഗാനുമില്ലാതെ വലിച്ചെറിയുന്ന, നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്ന പരിപാടിക്ക് മുമ്പിൽ നമ്മൾ രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം. ഇതിനൊക്കെ ഇരയാകി തീരേണ്ടി വരുന്ന ഈ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആൾക്കാരുടെ ജീവന് കൂടി നമ്മുടെ രോഗാതുരത്വത്തിന് കാരണം ഇത് തന്നെയാണ്, നമ്മളുടെ ഈ ശുചിത്വമില്ലായ്മ. നമ്മൾ പുറമെ കുളിച്ച് ചന്ദനക്കുറി ഇട്ടിട്ടോ അല്ലെങ്കിൽ കുരിശു വരച്ചിട്ടോ കുമ്പിട്ടിട്ടോ കാര്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും ഈ വിസർജ്യങ്ങൾ അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പൊതു കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കടലിലേക്ക് ആയിരിക്കരുത് എന്നുള്ള ഒരു ഉറപ്പും അതിന് പറ്റിയ ഒരു ശുചീകരണ സമ്പ്രദായം പോലും നമുക്കുണ്ടാവണം. നമ്മൾ അഭിമാനിക്കുന്നത് ആ ഹൈന്ദവ സംസ്കാരത്തെ കുറിച്ചാണ്. അഴുക്കുചാൽ വഴി അവരുടെ നാഗരിക ജീവിതത്തിന്റെ അടിഞ്ഞുകൂടുന്ന എല്ലാ മാലിന്യങ്ങളും അഴുക്കുചാൽ വഴി പുറത്തേക്ക് വിട്ട് വൃത്തിയായ അന്തരീക്ഷം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ തലമുറയ്ക്ക് നമ്മൾ ഹൈടെക് അതുപോലെ തന്നെ AI യുഗത്തിലേക്ക് വന്നപ്പോ ഈ മാലിന്യങ്ങളെല്ലാം കൂടി ഈ ചവറ് കൂമ്പാരങ്ങളെല്ലാം കൂടി പരവതാനിക്കടിയിലേക്ക് തൂത്തുവാരി വെക്കുന്നത് പോലെയാണ് നമ്മളിപ്പോൾ ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം, സമഗ്രമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്കാണ് ഇത് തീർച്ചയായിട്ടും വിരൽ ചൂണ്ടുന്നത്. ഇപ്പം മേയർ, കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന സർക്കാരും റെയിൽവേ വകുപ്പിനെയും ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാവരും കൂടി ഏകോപനത്തോടുകൂടി ഉള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ജീവനുകൾ ഇങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല. ഇതിപ്പോ ഒരു പിടിയും കിട്ടുന്നില്ല. അദ്ദേഹം കടലിലേക്ക് പോയോ? കടലിലേക്ക് പോകാൻ സാധ്യതയില്ല, കാരണം നല്ല നീന്തറിയാവുന്നതാണ്. അപ്പൊ ഒരു തുമ്പും കിട്ടാതെ അത് സസ്പെൻസിൽ തന്നെ തുടരുകയാണ് അദ്ദേഹം എങ്ങോട്ട് പോയതെന്ന് 2 ദിവസം കഴിഞ്ഞിട്ട്. ഇപ്പൊ നേവി വരികയാണ്. നേവി വരുമ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും. അതിന്റെ എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടും. ജീവനോട് അദ്ദേഹത്തെ നമുക്ക് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ 99 വെള്ളപ്പൊക്കത്തിന്റെ 100ാം വാർഷികവും ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് കൂടുതൽ ജാഗരൂകരാകാം എന്ന് മാത്രമേ പറയാനുള്ളൂ.